അണ്ണാ നിങ്ങൾ ടെററിസ്റ്റാ? ഇല്ല, പാട്രിയറ്റ്. എന്താ മനുഷ്യൻ്റെ പ്രൊനൗൺസിയേഷൻ? ഇത്രയും കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഡാനിയും കേണൽ റഹീമും തകർത്താടിയ പാട്രിയറ്റിൻ്റെ എൻ്റെ റിവ്യൂ മോശമല്ല, ഭയങ്കര സൂപ്പറും അല്ല. ഇറ്റ്സ് എൻ ഓക്കെ ഫിലിം. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് മേക്കിംഗ്. ഇറ്റ്സ് എ ബഡ്ജറ്റ് കണ്ടന്റ് ഓറിയന്റഡ് സോഷ്യലി ഡ്രിവൺ എമോഷണൽ ത്രില്ലർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ആൻഡ് എന്ത് പറയാൻ, ഒരു സ്ഥലത്തും അങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. കഥയായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഗോ വിത്ത് ദ ഫ്ലോ. ബട്ട് മാസ് ആ സംഭവമൊന്നും ഇവിടെ നോക്കണ്ട മക്കളെ. മലയാള സിനിമയിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഓക്കെ, ബിസിനസ്സിനപ്പുറം 2 സൂപ്പർ സ്റ്റാർസ് ആക്ടേഴ്സ് ആവുന്ന സംഭവം മലയാള സിനിമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് സി യു ആർ ഗോയിങ് ടു വിറ്റ്നസ് എ ന്യൂ ഓപ്പണിംഗ് ഫോർ മലയാളം മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ. ദേ ആർ ജസ്റ്റ് ആക്ടേഴ്സ് അഗെയിൻ. ദേ ആർ ജസ്റ്റ് ഗോയിങ് ടു ഇൻസ്പയർ ദ യങ് ജനറേഷൻ ആസ് എ ഗുഡ് ആൻഡ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ ഗ്ലോബ്. അത് മാത്രമാണ് പാട്രിയറ്റ് പ്രൂവ് ചെയ്യുന്നതിനപ്പുറം പാട്രിയറ്റ് നിങ്ങളെ ഹൈ ആക്കുകയോ ഏറി കയറ്റുകയോ റിഡംഷൻ ഉണ്ടോ 100 crore ആണോ ഇതൊന്നും ചോദ്യമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഓക്കേഷ് മൂവി. ദാറ്റ്സ് ഇറ്റ്.